എൻ്റെ പേര് കുട്ടിക്കൃഷ്ണൻ. 30 വർഷമായി യോഗ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ പ്രാചീന ഭാരതത്തിൽ ആദിവാസി വിഭാഗങ്ങളിൽ പ്രചരിച്ചിരുന്ന ഒരു അഭ്യാസ മുറയാണ് യോഗ. മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് ഒരു കാലഘട്ടം വരെ യോഗ നിലനിന്നിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാ മതസ്ഥർക്കും എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും സാധാരണക്കാർക്ക് പ്രാപ്തമാക്കുന്ന രീതിയിൽ ഒരു അധ്യയന മുറ, ഒരു അധ്യയന രീതി അവലംബിച്ചുകൊണ്ടാണ് ചേതന യോഗയ്ക്ക് സംസ്ഥാന തലത്തിൽ ഒരു സംഘടന എന്ന നിലയിൽ രൂപം കൊടുത്തത്. ഇപ്പോൾ യോഗ വീട്ടമ്മമാരും അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളിലടക്കം ആരോഗ്യബോധം വളർത്താനും പൂർണ്ണമായും ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും സൃഷ്ടിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിലാണ് അതിൻ്റെ യോഗയുടെ പരിശീലന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ CPMൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. CPMൻ്റെ അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്നതിന് ശേഷം ഈ കാലം അത്രയും പാർട്ടിക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സമൂഹത്തിൻ്റെ കഷ്ടപ്പാട്, സമൂഹത്തിൻ്റെ ദുരവസ്ഥ ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളെ അണിനിരത്തുവാനും ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1957 സഖാവ് EMSൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ ആ മാറ്റം നമുക്ക് കേരളത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുവരെ ഇവിടെ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ കർഷകൻ്റെയും പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് അവതരിപ്പിക്കുകയും സമൂലമായ വിദ്യാഭ്യാസ മേഖലയിലുള്ള പരിഷ്കാരത്തിന് തുടക്കം കുറിക്കുന്നത്. മുതലാളിമാരുടെയും ജമ്മിമാരുടെയും മക്കളുടെ കൂടെ പാവപ്പെട്ടവൻ്റെ തൊഴിലാളിയുടെയും കൃഷിക്കാരൻ്റെയും മക്കൾക്ക് കൂടി ഒരേ ബെഞ്ചിലിരുന്ന് വിദ്യാഭ്യാസം ചെയ്യാൻ സാധ്യമായ ഒരു അന്തരീക്ഷം അന്ന് മുതൽക്ക് കേരളം ആരംഭിച്ചു.